പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അത് കേൾക്കാം. ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് BJPയുമായി ചേർന്നുകൊണ്ട് പ്രതിപക്ഷം നിൽക്കുന്നു എന്നാണ്. ഈ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഭരണകൂടമാണ് കേരളത്തെ ഈ വിധം നാനാവിധമാക്കി മാറ്റിയത്, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല, അതുപോലെ നമ്മുടെ സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു, വികസന പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു. എല്ലാം സംസ്ഥാനത്ത് സ്തംഭിച്ചിരിക്കുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവർ ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം 4 കർഷകർ ആത്മഹത്യ ചെയ്തു. നെൽകർഷകർ 4 നെൽകർഷകർക്ക് പണം കിട്ടുന്നില്ല, നെല്ലിൻ്റെ പണം കിട്ടിയിട്ടില്ല. എല്ലാ കാർഷിക മേഖലയിലും വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖല മുഴുവൻ വലിയ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് മനുഷ്യർ, കൃഷിക്കാർ. അവിടെ നോക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ഒന്നും സർക്കാരില്ല. സർക്കാരിൻ്റെ ഒരു പ്രസൻസ് ഒരു സ്ഥലത്തും ഇല്ല. ദുർഭരണമാണ് നടക്കുന്നത്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം നടക്കേണ്ട സ്ഥലത്ത് ദുർഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഈ സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദുർഭരണമാണ്. ആ ദുർഭരണമാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാക്കി വയ്ക്കുന്ന സംസ്ഥാനത്ത്. അധികാരം മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും സ്വന്തം അണികൾക്ക് വേണ്ടി എന്തു വൃത്തികേടുകൾ കാണിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സർക്കാർ. അതിൻ്റെ പരിണത ഫലമാണ് ഇന്നത്തെ ഈ 2 സംഭവങ്ങളും എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.